കോഴിക്കോട് തടമ്പാടത്താഴത്ത് രണ്ട് വൃദ്ധ സ്ത്രീകൾ മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീജയ, പുഷ്പ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ കൂടെ താമസിക്കുന്ന സഹോദരൻ പ്രമോദിനെ കാണാനില്ല. ചേതൻ സാജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്താണ് മനസ്സിലാവുന്നത്? ആര്യ, ഇന്ന് രാവിലെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് കരിക്കാക്കുളം ഫ്ലോറിക്കൽ റോഡ് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് രണ്ട് വൃദ്ധ സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 67 വയസ്സുള്ള ശ്രീജയ, അതുപോലെ തന്നെ 65 വയസ്സുള്ള പുഷ്പ. ഈ രണ്ടു പേരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ വീട്ടിൽ 3 പേരായിരുന്നു താമസിക്കുന്നത്. ഈ മരിച്ച രണ്ട് സഹോദരിമാരെ കൂടാതെ ഒരു സഹോദരൻ പ്രമോദ്, 62 വയസ്സുള്ള പ്രമോദും ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം പ്രമോദ് ഇപ്പോൾ മിസ്സിംഗ് ആണ്. ഇയാളെ കാണാനില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. 3 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ്. ഇവരുടെ ഈ പെൻഷൻ തുകയിൽ നിന്നാണ് ഈ 3 പേരും കഴിഞ്ഞു പോകുന്നത്. ഈ 3 പേരും വിവാഹിതരല്ല. ഈ സഹോദരനാണ് ഇവരെ പരിപാലിക്കുന്നതും മറ്റു കാര്യങ്ങളും ഇവർക്ക് വേണ്ടിയുള്ള ചികിത്സ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതും ഈ കാണാനില്ലാത്ത ഈ സഹോദരനായ പ്രമോദാണ്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ചേവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെ ഈ കാണാനില്ലാത്ത ഈ പ്രമോദ് ബന്ധുക്കളെ വിളിച്ചു പറയുന്നു മൂത്ത സഹോദരി മരിച്ചുപോയെന്ന്, ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് എത്തണമെന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നതും. പക്ഷേ ബന്ധുക്കൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ രണ്ട് സഹോദരിമാരെയും മരിച്ച നിലയിൽ വെള്ളത്തുണി പുതപ്പിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതാണ് ഈ കേസിലെ ദുരൂഹത വർദ്ധിക്കുന്നത്. ഇവർ എങ്ങനെയാണ് മരിച്ചത്, മറ്റു കാര്യങ്ങളൊക്കെയാണ് ദുരൂഹത പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം, ചേട്ടാ എന്താ ഇവിടെ സംഭവിച്ചത്? ഇത് ഇന്ന് രാവിലെയാണ് ഇവർ സഹോദരൻ വേറെ സുഹൃത്തിനെ വിളിച്ച് പറയുകയാണ് ഇവിടെ സിസ്റ്റർ മരിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ ഫ്രണ്ട് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ഞാൻ അയാളോട് ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു, മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിനായിരിക്കും മരണം നടന്നത്, അവർ തിരിച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ബന്ധു വന്നു. ബന്ധുവിനെ സഹോദരൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധു വന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറി പരിശോധന നടത്തിയപ്പോഴാണ് 2 ബെഡ്റൂമിലായിട്ട് 2 ആൾ മരിച്ച് കിടക്കുന്ന അവസ്ഥയിൽ കാണപ്പെട്ടത്. സഹോദരൻ മിസ്സിംഗ് ആണ്. ഇവർ വളരെ നല്ല രീതിയിൽ പരിചരിക്കുന്ന 2 സിസ്റ്റർ അസുഖബാധിതരാണ്. 2 ആളെ നല്ല രീതിയിൽ പരിചരിക്കുന്ന സഹോദരനാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇയാളെ വീട്ടിൽ കാണുന്നില്ല, അയാളെ മിസ്സിംഗ് ആണ്. അതേ ഉള്ളൂ. ഇവർ സ്ഥിര താമസം ഇംഗ്ലീഷ് പള്ളി മനോരമ ജംഗ്ഷനിലുള്ള ആയിരുന്നു വീട്. ആ വീട് വിറ്റതിന് ശേഷം നേതാജി വായനശാലിൻ്റെ അടുത്ത് സ്ഥിര താമസമാക്കുകയും ആ വീടും വിറ്റതിന് ശേഷമാണ് ഇപ്പോൾ തടമ്പാട്ടയം പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്നത്. അന്വേഷണത്തിൽ 2 ആൾ ഒരേ സമയത്ത് മരിച്ചു കിടക്കുന്ന സ്ഥിതിയിൽ ഒരു ദുരൂഹത കാണുന്നുണ്ട്. സഹോദരനെ മിസ്സിംഗ് ആണ്. അത് നിയമത്തിൻ്റെ മുന്നിൽ അയാൾക്ക് പരിരക്ഷ കിട്ടണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ആര്യ, അതായത് ഈ സംഭവത്തിൻ്റെ ഗൗരവം, അതായത് 2 പേര് ഒരേ സമയം മരിച്ചു കിടക്കുന്നതാണ്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് ഇവർ 2 പേരും മരിച്ച നിലയിൽ കണ്ടെത്തത്. ഈ സംഭവത്തിൻ്റെ ദുരൂഹത നീക്കണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഈ സംഭവത്തിൽ മെയിനായും പോലീസ് സസ്പെക്ട് ചെയ്യുന്നത് ഇവരുടെ സഹോദരനാണ്. ഈ സഹോദരന് യാതൊരുവിധ പെരുമാറ്റ ദൂഷ്യങ്ങളൊന്നുമില്ല. ഇയാൾ മദ്യപിക്കില്ല, പുകവലിക്കില്ല, മറ്റ് നാട്ടുകാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ഈ അയൽക്കാരൊക്കെ പെട്ടെന്ന് ആ ഒരു ഷോക്കിലാണ്. എന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇയാളുടെ ഫോൺ ഇപ്പോൾ ഫറൂഖ് ഭാഗത്ത് പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഫോൺ അവിടെ നിശ്ചലാവസ്ഥയിലാണ് കാണിക്കുന്നത്. പോലീസ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഡോഗ് സ്ക്വാഡൊക്കെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ ACP അരുൺ കെ പവിത്രൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. അരുൺ കെ പവിത്രൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ശേഷമായിരിക്കും മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക. ഏതായാലും ഈ വിഷയത്തിൽ അല്പസമയത്തിനകം ACPയുടെ പ്രതികരണം നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഈ സഹോദരനെ പിടിച്ചാൽ മാത്രമേ ഈ സംഭവത്തിൻ്റെ ചുരുൾ അഴിയുകയുള്ളൂ. ഏതായാലും ഈ സഹോദരനെ പിടിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ്.
ആര്യ. തീർച്ചയായും ചേതൻ, ഈ സംഭവത്തിൽ നിരവധി അവ്യക്തത ഈ സഹോദരനെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ കൃത്യമായ ഒരു വ്യക്തത നമ്മളിലേക്ക് എത്തൂ. ആ നാട്ടുകാരൻ പറഞ്ഞത് വെച്ച് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും മുൻപ് അവിടെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മരണവിവരം അറിയിച്ചതിന് ശേഷമാണോ ഇയാളെ ഇത്തരത്തിൽ കാണാതാവുന്നത്? അങ്ങനെയല്ലേ അയൽവാസികളുടെ പ്രതികരണവും? അതെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രമോദിൻ്റെ ബന്ധുവിനെ രാവിലെ 5 മണിക്ക് വിളിക്കുന്നു. ബന്ധുവിനോട് പറയുന്നു തൻ്റെ ഒരു സഹോദരി മരിച്ചു, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്ന് നമ്മൾ കാണിക്കുന്നത്. ഇയാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഇവരെ രണ്ടുപേരും മരിച്ചതിന് ശേഷം ഇയാൾ കടന്നു കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വീട്ടിൽ യാതൊരു മൃതദേഹങ്ങളൊക്കെ ദുർഗന്ധമൊന്നും വമിക്കരുത് എന്നുള്ള ലക്ഷ്യം ആണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇത് മൂലമാണ് രാവിലെ തന്നെ 5 മണിയോടുകൂടി തന്നെ ഒരു ബന്ധുവിനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരണം, തൻ്റെ ഒരു സഹോദരി മരിച്ചുപോയി, അടിയന്തരമായി ഇങ്ങോട്ടേക്ക് എത്തണം എന്ന് ആവശ്യപ്പെട്ടത്. ബന്ധു ഇവിടെ വരുമ്പോൾ ഇയാളെ കാണുവാനില്ല. തുടർന്ന് നാട്ടുകാർ തെരച്ചിൽ നടത്തിയപ്പോഴാണ് ഇയാൾ എന്തായാലും സഹോദരനെ കണ്ടെത്തി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ വ്യക്തത മനസ്സിലാവുകയുള്ളൂ. ചേതൻ സാജനാണ് എന്തായാലും വിവരങ്ങൾ നൽകിയത്.